വയനാട്ടിലെ മുണ്ടക്കയിലെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉരുൾപൊട്ടലിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഇസഹാക്ക് എന്ന 17-കാരനുമായി സംസാരിക്കുന്നതിനിടെ പൊട്ടിക്കരഞ്ഞു. ഏറ്റവും മികച്ച പുനരധിവാസം ദുരന്തത്തെ അതിജീവിച്ചു വന്നവർക്ക് ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട 17-കാരൻ ഇസ്ഹാക്ക് 13-ാമത്തെ ദിവസം വീടിരുന്ന സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് വലിയ മൺകൂന മാത്രം. രക്ഷിതാക്കളെയും വലിയുമ്മയെയും നഷ്ടപ്പെട്ട ഇസ്ഹാക്ക് വീടിരുന്ന സ്ഥലത്ത് അവശേഷിച്ച് ഓരോന്നും എടുത്തു നോക്കി. ഇതിനിടെയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥലത്തെത്തിയത്. മന്ത്രി ചേർത്ത് പിടിച്ചപ്പോൾ ഇസ്ഹാക്കിന്റെ കണ്ണ് നിറഞ്ഞു. ഇസ്ഹാക്കിന്റെ മുന്നിൽ മന്ത്രി പൊട്ടിക്കരഞ്ഞു. ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ? അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അവരെ പറ്റി ആലോചിക്കാം. നമുക്കൊക്കെ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം, ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ കാര്യത്തിൽ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. തനിച്ചായിപ്പോയ ഇസ്ഹാക്കിന്റെ കണ്ണിൽ നിസ്സഹായത മാത്രം. എന്നാ വരുന്നിപ്പോ കോഴിക്കോട് അവിടുത്തെ നാട്ടുകാരൊക്കെ പാടെ നരിക്കുനിയിൽ അറിയണേ അവിടെ ഒരു വീട് ശരിയാക്കി തന്നിട്ട് അവിടെ ഇപ്പാൻ്റെ ഏട്ടനും ഇവിടെ ഈ വീട്ടിലെ ഏട്ടനും നമ്മളൊക്കെ പാടെ അവിടെ അല്ലേ. നിലവിൽ കോഴിക്കോട് നരിക്കുനിയിൽ ബന്ധുക്കൾക്കൊപ്പം കഴിയുകയാണ് ഇസ്ഹാക്ക്. റിപ്പോർട്ടർ, വയനാട്.